മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രിയമക്കളെ, ഈ ദിവസം ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 13-ാം അധ്യായം 34-ാമത്തെ വാക്യം. സെയിന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 13:34. ജെറുസലേം ജെറുസലേം, പ്രവാചകന്മാരെ കൊല്ലുകയും എന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചെറുകിൻ കീഴ് ചേർത്ത് നിർത്തുന്ന പോലെ നിന്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതിന് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ സമ്മതിച്ചു. ഈശോയുടെ ഒരു വിലാപമാണ് ഇവിടെ കാണുന്നത്. അറിയാതെ ഓർത്തുപോയി കിരീടം എന്ന സിനിമ. സേതുമാധവൻ കീരിക്കാടൻ ജോസിനെ കൊല്ലുവാനായിട്ട് കത്തിയുമായി നിൽക്കുന്ന നിമിഷം അവന്റെ അപ്പൻ എത്തിയിട്ട് പറയുന്നുണ്ട്, കത്തി താഴെയിട അവനെ. എടാ, നിന്നോട് ഞാനാ പറഞ്ഞ കത്തി താഴെയിട. പ്രാവശ്യം ആ റിക്വസ്റ്റ് ഉണ്ടായപ്പോൾ അവൻ കത്തി താഴെയിടുന്നു. ഞാനിത് ഓർക്കാൻ കാരണം, നമ്മളെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കുന്ന പൊന്നു തമ്പുരാൻ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം അറിയുന്നുണ്ട്. എന്നാൽ ആ കത്തി താഴെയിടാൻ എപ്പോഴും നമ്മളോട് ആജ്ഞാപിക്കുകയാണ്. ചിലപ്പോൾ അത് ദേവാലയ ശുശ്രൂഷകളിലൂടെ ആവാം, മാതാപിതാക്കളിലൂടെ ആവാം, അധ്യാപകരിലൂടെ ആവാം. ഈശോയുടെ ആ ആഗ്രഹം, മോനെ നീ കർത്താവിനെ തിരിച്ചു വരിക എന്ന ആ ഒരു അപേക്ഷ സ്വീകരിക്കുവാൻ പലപ്പോഴും നമ്മൾ മടിക്കുന്നു. അവിടെ ഏറെയധികം വേദനിക്കുന്നത് പൊന്നു തമ്പുരാനാണ്. ഇതുപോലെ അപ്പന്റെ ആ വാക്കുകൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ പതിയണം. വേണ്ടടാ, തെറ്റ് ചെയ്യരുതടാ, നന്മയിലേക്ക് വാടാ എന്നെപ്പോഴും നമ്മളെ ദൈവം വിളിക്കുകയാണ്. ആ വിളി കേൾക്കുവാൻ നമ്മൾ തയ്യാറാവണം. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.